എല്ലാവർക്കും വിനീതമായ പ്രണാമം. വിതുരനീതി 4-ാം അധ്യായം 36-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ തുടങ്ങുകയാണ്. രക്തബന്ധം ഇല്ലാത്തവനാണെങ്കിലും മിത്രഭാവത്തിൽ വർത്തിക്കുന്നവൻ ശരിയായ ബന്ധുവും മിത്രവും ആശ്രയവും രക്ഷകനുമാണ്. അതുപോലെ ചഞ്ചലചിത്തനും വൃദ്ധന്മാരുമായി സഹവസിക്കാത്തവനും ദൃഢബുദ്ധി ഇല്ലാത്തവനുമായ വ്യക്തിയുടെ മൈത്രി അസ്ഥിരമായിരിക്കും. ചഞ്ചലമനസ്കനും ആത്മനിയന്ത്രണം ഇല്ലാത്തവനും ഇന്ദ്രിയങ്ങൾക്ക് അടിമയുമായ വ്യക്തിയെ ഉണങ്ങി വരേണ്ട തടാകത്തിനെ ഹംസങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കുന്നോ അതുപോലെ വിജയം അവനെ ഉപേക്ഷിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും യാതൊരു കാരണം കൂടാതെ സന്തോഷിക്കുകയും അല്ലെങ്കിൽ ഒരാളിൽ പ്രസന്നനാവുകയും ചെയ്യുന്ന ആ സ്വഭാവം കാറ്റിലലയുന്ന മേഘം പോലെയുള്ള സ്വഭാവമാണ്. അത് ദുർജനങ്ങളുടേതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് സൽക്കാരവും സഹായവും സ്വീകരിച്ചിട്ട് അവരോട് നന്ദികേട് കാണിക്കുന്നവരുടെ ശവം തീനി പക്ഷികൾ പോലും സ്പർശിക്കുന്നില്ല. ഒരുവന് ധനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്ക് മിത്രങ്ങളോട് സഹായം അർത്ഥിക്കണം. മിത്രങ്ങളോട് സഹായം ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവരുടെ മൈത്രിയുടെ ദൃഢതയും നിസ്സാരതയും നമുക്കറിയാൻ സാധിക്കത്തില്ല. ദുഃഖം സൗന്ദര്യത്തെയും ബലത്തെയും ജ്ഞാനത്തെയും ഹനിക്കുകയും വ്യാധിയെ വരുത്തുകയും ചെയ്യും. ഒരുവൻ ദുഃഖിക്കുമ്പോൾ അവന് കാര്യസിദ്ധി ഉണ്ടാകുന്നില്ല, ശരീരം ഉണങ്ങും. അപ്പോൾ ശത്രുക്കൾ ആഹ്ലാദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദുഃഖത്തിന് വഴങ്ങരുത്. മനുഷ്യൻ വീണ്ടും വീണ്ടും മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ വീണ്ടും വീണ്ടും ക്ഷയിക്കുകയും വളരുകയും ചെയ്യുന്നു. മനുഷ്യൻ വീണ്ടും വീണ്ടും യാചിക്കുകയും യാചിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യൻ വീണ്ടും വീണ്ടും ദുഃഖിക്കുകയും അവനു വേണ്ടി മറ്റുള്ളവർ ദുഃഖിക്കുകയും ചെയ്യുന്നു. സുഖവും ദുഃഖവും സമൃദ്ധിയും ദാരിദ്ര്യവും ലാഭവും നഷ്ടവും മരണവും ജീവിതവും എല്ലാം മാറി മാറി എല്ലാവരെയും ബാധിക്കുന്നു. അതുകൊണ്ട് ആത്മനിയന്ത്രണമുള്ളവൻ ഒന്നിലും ദുഃഖിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യേണ്ടതില്ല. 5 ഇന്ദ്രിയങ്ങളും മനസ്സും അതെപ്പോഴും ചഞ്ചലങ്ങളാണ്. ഒരു കുടത്തിലെ സുഷിരത്തിലൂടെ തുടർച്ചയായി ജലം ഒലിച്ചു പോകുന്നത് പോലെ ഓരോ ഇന്ദ്രിയങ്ങളും എവിടെ വർത്തിക്കുന്നുവോ അവിടെ നിന്ന് ബുദ്ധി ഒലിച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടമാകുന്നു. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ പറയുകയാണ്, അഗ്നിജ്വാലയ്ക്ക് തുല്യനായ യുധിഷ്ഠിരനോട് ഞാൻ തെറ്റായി പെരുമാറി. അവൻ യുദ്ധത്തിൽ എൻ്റെ മന്ദന്മാരായ പുത്രന്മാരെ ഉന്മൂലനം ചെയ്യും. അതുകൊണ്ട് എനിക്ക് സകലവും അപകടം നിറഞ്ഞതായി തോന്നുന്നു. സകലതും എൻ്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നു. അല്ലയോ മഹാബുദ്ധി, എൻ്റെ വ്യാകുലത മാറ്റുവാൻ ഉതകുന്ന വാക്കുകൾ പറയൂ. അപ്പോൾ വിതുരർ പറയുകയാണ്, ഹേ നിഷ്പാപനായോവനെ, അവിടത്തേക്ക് ശാന്തി വേണമെന്നുണ്ടെങ്കിൽ അറിവ് സമ്പാദിക്കൂ, വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യൂ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ. എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യൻ്റെ ആ ലോഭം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതിനെ ത്യജിക്കൂ. അതിൽ കൂടി മാത്രമേ അവിടത്തേക്ക് ശാന്തി കിട്ടുന്നതായി ഞാൻ അറിയുന്നുള്ളൂ. അറിവ് കൊണ്ട് ഭയമകലും, തപസ്സുകൊണ്ട് മഹത്തായത് ലഭിക്കും, ഗുരുശുശ്രൂഷ കൊണ്ട് ജ്ഞാനം ലഭിക്കും, ത്യാഗത്തിലൂടെ ശാന്തിയും ലഭിക്കും. മോക്ഷം ഇച്ഛിക്കുന്നവൻ ദാനത്തിലൂടെ ലഭിക്കുന്ന പുണ്യത്തിനെയും വൈദിക കർമാനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്ന പുണ്യത്തെയും ആശ്രയിക്കാതെ ഇഷ്ടാനിഷ്ടങ്ങളെ വെടിഞ്ഞിട്ട് ജീവിക്കും. നല്ല രീതിയിൽ ചെയ്യപ്പെട്ട പഠനം, യുദ്ധം, പുണ്യകർമ്മം, തപസ് എന്നിവ പൂർണ്ണമാകുമ്പോൾ സുഖം നൽകും. ബന്ധുക്കളോട് കലഹിക്കുന്നവർക്ക് നന്നായി വിരിച്ച കിടക്കയിൽ കിടന്നാലും ഉറക്കം കിട്ടുകയില്ല. അല്ലയോ രാജൻ, അവർ സ്ത്രീകളിലോ സ്തുതിപാഠകന്മാരുടെ പ്രശംസയിലോ സുഖം അനുഭവിക്കുന്നുമില്ല. അതുപോലെ ബന്ധുക്കളോട് കലഹിച്ചിട്ടുള്ളവർക്ക് ധർമ്മം ആചരിക്കുവാൻ സാധിക്കുകയില്ല. അവർ സുഖം അനുഭവിക്കുകയോ ആദരവ് സമ്പാദിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് ശാന്തി ഉണ്ടാകുന്നുമില്ല. ബന്ധുക്കളോട് കലഹിച്ചിട്ടുള്ളവർക്ക് അവരുടെ നന്മയ്ക്കായി നൽകിയ ഉപദേശങ്ങൾ അവരിഷ്ടപ്പെടുന്നില്ല. അവർക്ക് യോഗക്ഷേമവുമില്ല.
അവർക്ക് വിനാശമല്ലാതെ വേറെ എന്താണ് ആശ്രയമായിട്ടുള്ളത്? പശുക്കളിൽ പാലും ബ്രാഹ്മണരിൽ തപസ്സും സ്ത്രീകളിൽ ചാബല്യവും ബന്ധുക്കളിൽ നിന്ന് ഭയവും സംഭവ്യമാണ്. അനേകം നേർത്ത നൂലുകൾ ഒരുമിച്ച് ചേർത്താൽ അവയ്ക്ക് വളരെയധികം ഭാരം താങ്ങാനുള്ള കെൽപ്പുണ്ടാകും. അതുപോലെ നല്ലവരായ അനേകം ബന്ധുക്കൾ ഒരുമിച്ച് നിന്നാൽ വളരെയധികം കഷ്ടപ്പാടുകളെ സഹിക്കുന്നതിനുള്ള കെൽപ്പുണ്ടാകും. രാജാവേ, തീപ്പന്തങ്ങൾ വെവ്വേറെയാണെങ്കിൽ പുകയും, ഒരുമിച്ച് നിന്നാൽ ശക്തമായി ജ്വലിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ബന്ധുക്കളും. അല്ലയോ രാജാവേ, ബ്രാഹ്മണരോടും സ്ത്രീകളോടും ബന്ധുക്കളോടും പശുക്കളോടും ശൗര്യം കാണിക്കുന്നവര് ഞെട്ടിൽ നിന്ന് പഴുത്ത ഫലം അറ്റു വീഴുന്നത് പോലെ താഴെ വീണ് നശിക്കും. ഒറ്റയ്ക്ക് നിൽക്കുന്ന വൃക്ഷം വലുതും അത്യന്തം ബലമുള്ളതും വളരെ ഉറച്ചതുമാണെങ്കിലും ശക്തമായ കാറ്റിൽ അതിൻ്റെ തായ്തടി തകരുക തന്നെ ചെയ്യും. എന്നാൽ ഒരുമിച്ച് വളരുന്നതും അടുത്തടുത്ത് നിൽക്കുന്നതുമായ വൃക്ഷങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നത് കൊണ്ട് വളരെ ശക്തമായി വീശുന്ന കാറ്റിനെ പോലും സഹിക്കുവാൻ കെൽപ്പുള്ളവരായിത്തീരുന്നു. അതുകൊണ്ട് സകല ഗുണങ്ങളുള്ളവനാണെങ്കിലും ഏകനായ വ്യക്തിയെ ശത്രുക്കൾ കാറ്റിൽ നശിക്കുന്ന ഒറ്റപ്പെട്ട മരം പോലെ പരാജയപ്പെടുത്തുന്നവൻ എന്ന് കരുതുന്നു. അന്യോന്യം സഹായിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി കുളത്തിൽ കൂട്ടമായി വളരുന്ന താമരപ്പൂക്കളെ പോലെ ബന്ധുക്കളും ഒരുമിച്ച് വളരുന്നു. ബ്രാഹ്മണർ, പശുക്കൾ, സ്ത്രീകൾ, കുട്ടികൾ, ബന്ധുക്കൾ എന്നിവരും ആരുടെ അന്നമാണോ നാം ഭക്ഷിച്ചിട്ടുള്ളത് അവരും ശരണം പ്രാപിച്ചവരും വധിക്കപ്പെടാൻ പാടില്ലാത്തവരാണ്. അല്ലയോ രാജൻ, ധനവാന്മാരിൽ പോലും ആരോഗ്യത്തെ കൂടാതെ വേറെ ഒരു ഗുണമില്ല. ആരോഗ്യമില്ലാത്തവർ മരിച്ചതിന് തുല്യമാണ്. അങ്ങ് ആരോഗ്യത്തോടെ സുഖമായി ഇരിക്കട്ടെ. 4-ാമത്തെ അധ്യായത്തിലെ 65-ാം ശ്ലോകം വരെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്രയും